വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട്, വൈഫിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഹസ്ബൻഡ് ഒരു സക്സസ് സ്റ്റോറി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാരണം അവർക്ക് മാതാപിതാക്കളില്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞ്, സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ മാത്രമല്ല, അത് സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, പുരുഷൻ, അതുപോലെ രണ്ടുപേരും ഒരുപാട് കൃത്യമായിട്ട് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ സക്സസ് സ്റ്റോറി കേട്ടപ്പോഴേക്കും. അതുപോലെ ഒരു കുഞ്ഞു മോനും കൂടി അവർക്ക് ഉണ്ടായിട്ട് അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് അത് കേട്ടപ്പോൾ. അപ്പോൾ അവർ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് ഏതൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം അവരെ ഫോളോ ചെയ്ത ടിപ്പ്, അതിന് മുമ്പ് ഞാൻ പറയാം, അവർക്ക് 3 പേർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം മോൻ NICU-ലായിരുന്നു എന്ന് പറഞ്ഞു. മോനിപ്പോൾ പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇവർ ഫോളോ ചെയ്ത ടിപ്സിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മഖാനയെ പറ്റിയിട്ടാണ് കേട്ടോ. ഫോക്സ് നട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഈ ഫോക്സ് നട്ട് അല്ലെങ്കിൽ നമുക്ക് മഖാന എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്നതാണ്. ഈ മഖാന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു, ഫീമെയിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. യൂട്രസിന്റെ ലൈനിങ് എന്ന് പറയുന്നതാണ് എൻഡോമെട്രിയം ലൈനിങ്. ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അവിടെ ഒരു നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. ഈ എൻഡോമെട്രിയം ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. അതിന്റെ ആ കുഞ്ഞിന്റെ റൂട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് ഈ എൻഡോമെട്രിയം ലൈനിങ്ങിലാണ്. അപ്പോൾ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന് കൃത്യമായിട്ട് തിക്നെസ് ഇല്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു ഫോക്സ് നട്ട് നമ്മൾ കഴിക്കുന്നത് നന്നായി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പ്രിവെന്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. PCOD തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഓവറീസിന്റെ ഹെൽത്തിനെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കുന്നു. സെർവിക്സിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് അവിടെ നടക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സെർവിക്സ് മാത്രമല്ല നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇത് കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിലെ ഏർലി ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും പുരുഷന്മാരുടെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോക്സ് നട്ട് കഴിക്കുന്നത് സഹായിക്കുന്നു. ഈ ഫോക്സ് നട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരു പരിധിവരെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ ഫോക്സ് നട്ട് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫോക്സ് നട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിലുള്ള ഫോക്സ് നട്ടാണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളൊരു പാനിലെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കില്ലേ, അതുവരെ നിങ്ങൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോക്സ് നട്ട് നിങ്ങൾ കഴിക്കേണ്ടത് 3, 4, 5 മാക്സിമം അത്രയും നിങ്ങൾ ഫോക്സ് നട്ട് എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നെല്ലിക്കയാണ്. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് സ്ത്രീകളിൽ അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും വെയിറ്റ് ലോസ് വേണ്ടവർക്ക് വെയിറ്റ് ലോസിനും ഓവുലേഷൻ നടക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എല്ലാ ബെനിഫിറ്റുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് ഈ നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ടോ നെല്ലിക്ക വെറുതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദിവസം 2 നെല്ലിക്കയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഏത് ഫ്രൂട്ട് കഴിഞ്ഞാലും അമിതമായി കഴിഞ്ഞാൽ അത് നല്ലതല്ല. നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു രീതിക്ക് അത് എടുത്താൽ മതി. നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫ്രൂട്ടും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 1 മാക്സിമം 2 കൂടിപ്പോയി കഴിഞ്ഞാൽ 3, അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. നെല്ലിക്കയും അതുപോലെയാണ് വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകളും ഈ നെല്ലിക്കയിലുണ്ട്. പുരുഷന്മാരുടെ സ്പേമിന്റെ ഹെൽത്തി ആക്കുന്നതിനും മോട്ടിലിറ്റിയും മോർഫോളജിയും ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ നെല്ലിക്കയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു വളരെയധികം നമുക്ക് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നെല്ലിക്കയൊക്കെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്തതായിട്ട് അവർ ഫോളോ ചെയ്ത ടിപ്പ് മാക്കാറൂട്ട് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. മാക്കാറൂട്ട് പൗഡറിൽ ഗുഡ് സോഴ്സ് ഓഫ് അയണും പൊട്ടാഷ്യം അമിനോ ആസിഡും വിറ്റമിൻ സിയും വിറ്റമിൻ B12 അതുപോലെ മറ്റുള്ള ബി വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പലതരത്തിലുള്ള ഗുണങ്ങൾ സ്ത്രീക്കും പുരുഷനും കൊടുക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷനൊക്കെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാൻ സപ്പോർട്ട് കൊടുക്കുകയും സ്ത്രീകൾക്ക് അവരുടെ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വജൈനൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിനും മൂഡ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്കാറൂട്ട് പൗഡർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസിൻ്റെ ഒക്കെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും LH FSH തുടങ്ങിയ ഹോർമോൺസിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് അവരുടെ മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും PMS അതുപോലെ മെനോപോസിൻ്റെ സിംറ്റംസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വജൈനൽ ഡ്രൈനസ് ക്യൂർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മാക്കാറൂട്ടിൻ്റെ പൗഡർ പാൽ കുടിക്കുമ്പോഴോ ഓട്സിലോ ജ്യൂസിലോ ഒക്കെ ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഷേക്സിൽ സ്മൂത്തീസിലൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട, ബാക്കിയുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാലാമതായിട്ട് ഫോളോ ചെയ്ത കാര്യമാണ് ഹെൽത്തി കോണ്ടാക്ട് വിത്ത് പ്രിപ്പറേഷൻ. അങ്ങനെയാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായത്. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മൈൻഡ് കൊണ്ട് പ്രിപ്പയർ ആയിട്ട് അതിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കുക. ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കണ്ടീഷനായിട്ടോ അല്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടോ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും കോണ്ടാക്ട് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് എന്തിനും ഒരു സ്ട്രെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മൈൻഡ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു എൻജോയ്മെൻറ്റ് മൂഡിലോട്ട്, ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, ഒരു ഹാപ്പിനെസ്, എക്സ്ട്രീം ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വേണം എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെച്ച് മൈൻഡായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം. അല്ലാണ്ട് ഡോക്ടർ ഓവുലേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ രാവിലെ ചെയ്താൽ പ്രഗ്നൻസി കിട്ടും, കൂടുതൽ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം, അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ ചെയ്തു പോകരുത്. മൈൻഡ് വെച്ച് പ്രിപ്പയർഡായി നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ട് അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ബോഡിയിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരുപാട് ടയർഡ്നെസ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഇജാക്കുലേഷൻ സംഭവിക്കാൻ ഡിലേ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം കേട്ടോ. എപ്പോഴും പ്രിപ്പയർഡായിട്ട് പരസ്പരം ഹാപ്പിനെസ് ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം ആഗ്രഹിച്ചുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ പ്ലേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം പുരുഷന്മാർ സ്റ്റിമുലേറ്റഡ് ആവുന്നതിനേക്കാളും വളരെ ലേറ്റ് ആയിട്ടാണ് സ്ത്രീകൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് അവരെ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് വേണം കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ അവരുടെ ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും. സെർവിക്സ് ഒരുപാട് വികസിക്കും, സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാട് ഉണ്ടാകും, ആ ഒരു പ്രോസസ്സ് ഒരുപാട് എൻജോയബിൾ ആകും, അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അഞ്ചാമതായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിഡ്ജ് പോസ് യോഗയാണ് കേട്ടോ. അഞ്ചാമതായിട്ട് ഇവർ രണ്ടുപേരും ഫോളോ ചെയ്തത് ഒരു ഫെർട്ടിലിറ്റി യോഗ പോസ് ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞത് ബ്രിഡ്ജ് പോസ് യോഗ പോസിനെ പറ്റിയിട്ടാണ്. ബ്രിഡ്ജ് പോസ് യോഗ പോസ് ചാനലിൽ എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു യോഗ പോസാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നതിനും പെട്ടെന്ന് പ്രഗ്നൻസി പിടിച്ചു കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ബ്രിഡ്ജ് പോസ് യോഗ എന്ന് പറയുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. പുരുഷന്മാർ ഇത് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രത്യുൽപാദന അവയവത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അവരുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹോർമോൺസിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആക്കാനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിൽ പീരിയഡ്സിൻ്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് അവരുടെ ഓവറീസിലോട്ടുള്ള രക്തയോട്ടമൊക്കെ നന്നായിട്ട് നടക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ട്യൂബിലോട്ടും അതുപോലെ എൻഡോമെട്രിയത്തിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുമ്പോഴേക്കും എൻഡോമെട്രിയൽ ലൈനിങ് നല്ല തിക്കണായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ ട്യൂബിൽ ബ്ലോക്കേജോ സ്കാറോ ഒക്കെ ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഓവുലേഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ടും ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് സെർവിക്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി തീർന്നില്ല, ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾക്ക് ഈ യോഗ പോസ് ചെയ്യാവുന്നതാണ്. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബ്രിഡ്ജ് പോസ് യോഗ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ടിപ്സാണ് അവർ ഫോളോ ചെയ്തതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യാത്ത ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് വേഗത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.